ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ നമ്മെ നന്നായി അറിയുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ നിലവാരങ്ങളും അറിയുന്ന ഒരു വ്യക്തിത്വം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തുറന്ന് സംസാരിക്കുവാനും തുറന്ന് ഇടപെടുവാനും തീർച്ചയായും കഴിയും. എന്നാൽ അത്തരത്തിൽ വിശ്വസ്തമായ വ്യക്തിത്വങ്ങളെ ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്നത് വളരെ ദുഷ്കരമാണ്. എന്നാൽ നമ്മെ നന്നായി അറിയാവുന്ന, നമ്മെ സഹായിക്കുവാൻ മനസ്സുള്ള, നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിൽ നൽകുവാൻ ഒരൊറ്റ ആൻസറേ ഉള്ളൂ. അത് സർവശക്തനായ ദൈവമാണ്. തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ കുറിച്ച് അവരുടെ സകല വിഷയങ്ങളും നന്നായി അറിയുന്ന ദൈവം, അവരുടെ എല്ലാ നിലവാരങ്ങളും അറിയുന്ന ദൈവം, മിസ്രൈമ്യ അടിമത്തത്തിൽ തങ്ങൾ കിടക്കുമ്പോൾ അവരുടെ ജീവിത നിലവാരങ്ങളെ നന്നായി അറിഞ്ഞൊരു ദൈവത്തെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ഇവിടെ ദൈവം തൻ്റെ ജനത്തെക്കുറിച്ച്, അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച്, അവരനുഭവിക്കുന്ന വേദനകളും കഷ്ടതകളെക്കുറിച്ച് ദൈവം പറഞ്ഞ വാക്ക് എത്ര അത്ഭുതമാണ്. ദൈവം എത്ര സ്നേഹവാനാണ്, ദൈവം എത്ര കരുണയുള്ളവനാണ്. ഇവിടെ പറയുകയാണ്, എൻ്റെ ജനത്തിൻ്റെ, മിസ്രൈമിലുള്ള അടിമത്വത്തിൽ കിടക്കുന്ന എൻ്റെ ജനത്തിൻ്റെ. അപ്പോൾ നമ്മെ നന്നായി വ്യക്തിപരമായി അറിയുന്ന ഒരു ദൈവം. പലരും നമ്മളെ വ്യക്തിപരമായി അടുക്കുന്നെങ്കിലും ഇടപെടുന്നെങ്കിലും അവർ നമ്മളെ വ്യക്തമായി മനസ്സിലാക്കുന്നില്ല, അറിയുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. എന്നാൽ ഇവിടെ ദൈവത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ദൂരവേ നിന്ന് നമ്മുടെ നിരൂപണങ്ങളെ നമ്മെ നന്നായി ഗ്രഹിക്കുന്ന, അറിയുന്നൊരു ദൈവം. ഇവിടെ തൻ്റെ ജനത്തെക്കുറിച്ച് പറയുകയാണ്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. എൻ്റെ ജനത്തിൻ്റെ ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു. അപ്പോൾ 3 കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ഒന്ന്, കഷ്ടത കാണുന്നൊരു ദൈവം, നിലവിളി കേൾക്കുന്ന ഒരു ദൈവം, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്നൊരു ദൈവം. എത്ര നമ്മെ അറിയുന്ന വ്യക്തിത്വങ്ങളുണ്ടെങ്കിലും ഈ 3 കാര്യങ്ങൾ ഒരുപക്ഷെ അവരിൽ കാണുകയില്ല. കാണുന്ന ദൈവം, കേൾക്കുന്ന ദൈവം, അറിയുന്ന ദൈവം. അതുകൊണ്ട് നമുക്കൊരു കാര്യത്തിൽ ധൈര്യമായി ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകുവാൻ കഴിയും. നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്, നമ്മൾ നിലവിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട്. ആ വലിയ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.